രണ്ടാമത്തെ ഒരു തോറ്റ ടീമാണ് അബ്ദുദ്ദീനാർ. അവരാരാ? പണത്തിൻ്റെ അടിമയാണ്. പണത്തിൻ്റെ അടിമ എന്ന് പറഞ്ഞാൽ ആദ്യം അത് പറയാം. ദീനാർ എന്ന് പറഞ്ഞാൽ കുറേ ടേം ഉണ്ട്. ഇപ്പം പണം നമുക്ക് അർത്ഥം വെക്കാം. ദീനാർ എന്ന് പറഞ്ഞാൽ പണം കൊണ്ട് ദീനും വാങ്ങാൻ പറ്റും, നാർ നരകവും വാങ്ങാൻ പറ്റും. അതുകൊണ്ടാണ് ദീൻ പ്ലസ് നാർ ഈസ് ഈക്വൽ ടു ദീനാർ എന്ന് പേര് വരുന്നത്. അങ്ങനെ വാങ്ങുന്നവരുണ്ടല്ലോ. ദീൻ വാങ്ങുന്ന എത്ര മഹാന്മാരുണ്ട്, എത്ര മഹാന്മാർ ദീൻ വാങ്ങിയിട്ടുണ്ട് പണം കൊണ്ട്. അതേ പണം കൊണ്ട് തന്നെ നാർ നരകം വാങ്ങിയ ധിക്കാരികളും ഉണ്ടല്ലോ, ഇഷ്ടംപോലെ ഉണ്ടല്ലോ ചരിത്രത്തിൽ. ആരാണ് ഈ അബ്ദുദ്ദീനാർ എന്ന് പറഞ്ഞാൽ? തൈസ അബ്ദുദ്ദീനാർ. പണത്തിൻ്റെ വേക്കിൽ പോകുന്നു, തോറ്റുപോയിരിക്കുന്നു. അതെന്താ അവരുടെ തോക്കാൻ കാരണം എന്താ? അവർ തോറ്റുപോകാനുള്ള കാരണം എന്താ? ഈ പണത്തിൻ്റെ അടിമകളും കാൽക്കുലേറ്ററും തമ്മിൽ ഭയങ്കര ബന്ധമായിരിക്കും. അവർ ഒരു ജ്യേഷ്ഠനെ പോലെ ഗൈഡായിട്ട് കാണും കാൽക്കുലേറ്ററാണ് എന്ന് പറഞ്ഞാൽ മൂപ്പരെന്ത് ചെയ്യുമ്പോൾ മൂപ്പരിങ്ങനെ കണക്ക് കൂട്ടും. എനിക്കെന്ത് പണം കിട്ടും, എനിക്കെന്ത് പണം നഷ്ടമാകും. ഇതാണ് മൂപ്പരുടെ ജീവിതത്തിൻ്റെ മെയിൻ ഹോബി. എടാ ഉസ്താദിനൊന്ന് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടും. അപ്പോൾ ഇയാൾ അബ്ദുദ്ദീനാറാണെങ്കിൽ 400 രൂപൻ്റെ പെട്രോള് പോകും, ചെറിയ നിൻ്റെ കാർ ഷെഫീക്കിന് കൊടുക്കോ? അല്ല, ഇന്നലെ വണ്ടി ഓഫായിക്കൊണ്ടിരിക്കുന്നു. കണ്ട, ഇതാണ് ഈ അബ്ദുദ്ദീനാറിൻ്റെ ഒരു പ്രശ്നം. മൂപ്പരിക്ക് പണം ലാഭം കിട്ടണ പരിപാടിക്കല്ലാതെ മൂപ്പര് നിൽക്കില്ല. നീ ആ റിയൽ എസ്റ്റേറ്റ് പരിപാടിയല്ലേ നടത്തുന്നത്? അതെ. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കച്ചവടത്തിന് നീ നിന്നിട്ടില്ലേ? ഇല്ല. അതെന്തേ? അത് കാർണോറാണ് അത് വാങ്ങുന്നത്, അമ്മാവൻ ഇക്കയാണ് വാങ്ങുന്നത്, എനിക്കൊന്നും ചില്ലറ കിട്ടൂല, ഞാൻ പിന്നെ അതിന് നിന്നില്ല. കേട്ടോ, മൂപ്പരൊരു കാര്യത്തിന് നിൽക്കണമെങ്കിൽ മൂപ്പർക്ക് എന്തെങ്കിലും കിട്ടണം. അതാണ് അതിൻ്റെ മെയിൻ പ്രശ്നം. അവിടെ പോയാൽ എനിക്കെത്ര കിട്ടും? വൈഫ് പറഞ്ഞ ഒരു 2 കിലോ ആപ്പിൾ വേണം. 2 കിലോ? അതെ, സലാഡാക്കാൻ, കസ്റ്റർഡാക്കാൻ. അപ്പോൾ ഇയാൾ കണക്കൂട്ടി 2 കിലോ എന്ന് പറഞ്ഞാൽ 200 + 200 400 രൂപ. സുബ്ഹാനല്ലാഹ്. ഇപ്പം 200 എന്നല്ല കേട്ടോ, ഞാൻ ഒരു ഉദാഹരണം പറയാം. അങ്ങനെ ഷോപ്പിൽ പോയിട്ട് 2 കിലോ ആപ്പിൾ പറഞ്ഞപ്പോൾ ഷോപ്പ് കീപ്പർ ചോദിച്ചു, 2,200 ഉണ്ട്, എന്താ? വേണ്ട 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 എന്ന് പറയാൻ കാരണം ഇതാണ്, ഇത് കാൽക്കുലേറ്ററാണ് സംഭവം. അപ്പോൾ ഷോപ്പ് കീപ്പർ വലിയൊരു ആപ്പിളോ 2 ആപ്പിളോ ഇപ്പുറത്തിട്ടപ്പോൾ അയാളോട് ചോദിച്ചു, 1,800 ഉള്ളൂ, എന്തേ? എടുത്തോന്ന്. ഒരു 40 രൂപ ലാഭം കിട്ടുന്നതിനായി കളിക്കുന്നു, എടുത്തു. അങ്ങനെ ഒരു പിശുക്കനായി ജീവിക്കുന്ന ആളാണ് അബ്ദുദ്ദീനാർ എന്ന് പറഞ്ഞാൽ. അയാൾക്ക് 2 പ്രശ്നം ഉണ്ടാവും. അയാൾ ആർത്തി ഉണ്ടാവും, പിശുക്കനും ആവും. അതാണ് ആ 2 പ്രശ്നമാണ് ഈ അബ്ദുദ്ദീനാർ. ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നണം നമ്മളിൽ ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കണം. മൂന്നാമത്തെ ഒരു തോറ്റ ടീമാണ് അബ്ദുസ്സൗജ, ഭാര്യൻ്റെ അടിമ. നമ്മളെ നാട്ടിൽ അതിന് പെൺകൂസൻ എന്നാ പറയില്ല, ഇവിടെ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. പെൺകൂസൻ. ഭാര്യമാരെ സന്തോഷിപ്പിക്കണം, അവരുടെ തൃപ്തി വാങ്ങണം, അപ്പോഴാണ് നമ്മൾ റാങ്ക് നമ്പർ 1 ആവുക. ഒക്കെ ശരിയാണ്. ഉദാഹരണത്തിന് ഒരു കുപ്പി വെള്ളം നമുക്ക് തന്നിട്ട് ഭാര്യ പറയാണ്, ഇതാരെക്കൊണ്ടെങ്കിലും ഒന്ന് മന്ദിരിപ്പിക്കോ, ഇനി തങ്ങളെ കിട്ടിയില്ല ഉസ്താദിനെ കിട്ടിയില്ല എന്ന് മറ്റും നിങ്ങളെപ്പം പതിവ് പല്ലവി എടുക്കരുത്. ഒരു നല്ല ആളെന്ന് തോന്നുന്ന ആരെക്കൊണ്ടെങ്കിലും ഒന്ന് മന്ദിരിപ്പിക്കോ, എനിക്ക് അടിവയറ് ഭയങ്കരമായിട്ട് വേദന ഉണ്ട്, നിങ്ങളൊരു തങ്ങളെ കിട്ടിയില്ല ഉസ്താദിനെ കിട്ടിയില്ല എന്ന് പറയണ്ടത്, നിങ്ങൾ ആരെക്കൊണ്ടെങ്കിലും ഒന്ന് മന്ദിരിപ്പിച്ചേരോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ ഇങ്ങ മന്ദിരിക്കണ്ട, ഇങ്ങ സോവിക്കത്ര മണിക്കോണിക്കൽ നമുക്കറിയാതും കൂടിയാണ് അതിൻ്റെ ഷുറാഹ് പറയുക. അതാണ് ഖൈറുക്കും. നിങ്ങളിൽ ഏറ്റവും ഉത്തമർ നാട്ടിൽ സജീവ പ്രവർത്തനം ഇടുക, കോട്ടിടുക, വളണ്ടിയർ ആവുക എന്നുള്ളതല്ല. നിങ്ങളെ ഭാര്യൻ്റെ അടുത്ത് നിങ്ങൾക്ക് റാങ്ക് നമ്പർ 1 കിട്ടിയെങ്കിൽ യു ഹാവ് ഗോട്ട് ഫസ്റ്റ് റാങ്ക്, യു ഹാവ് പാസ്ഡ്, നീ വിജയിച്ചു. അതാണ് ഇസ്ലാം. അതാണ് ഖൈറുക്കും എന്ന് പറഞ്ഞ് തുടങ്ങണത്. അതേ സമയത്ത് തന്നെ നമ്മൾ ഭാര്യൻ്റെ അടിമാവാനും പാടില്ല. ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറയുന്നു, തമാശ പറഞ്ഞ് നീ ഒരു പെൺകൂസനാവാൻ പാടില്ല. സ്നേഹിക്കണം, സന്തോഷിപ്പിക്കണം, ഒക്കെ വേണം. ഇനിയാണ് നമ്മുടെ വിഷയത്തിൻ്റെ കാമ്പും കാതലുമായ കാര്യം. ഇത് വേണമെങ്കിൽ ഒരു മുഖദ്ദിമ എന്ന് പറയാം. ചിലപ്പോൾ മുഖദ്ദിമ ഒരു കിതാബാണ്. എൻ്റെ അല്ലിത്തുഖാൻ ഒരു മുഖദ്ദിമയാണ് സുയുദ്ദിമാവിൻ്റെ, അതെന്നെ ഒരു കിതാബാണ്. അല്ലിത്തുഖാൻ ഫി ഉലൂമിൽ ഖുർആൻ. ഷർമുദ്ദിബിൻ്റെ മുഖദ്ദിമ ഒരു കിതാബാണ്. മുഖദ്ദിമത്ത് ഇബ്നു ഖൽദൂൻ ഒരു കിതാബാണ്. അങ്ങനെ ഉണ്ടാവും അല്ലേ? ഇനിയാണ് നമ്മുടെ വിഷയത്തിൻ്റെ കാമ്പിലേക്ക് ക്ഷണിക്കുന്നത്. ആരാണ് ഈ ലോകത്ത് വിജയിച്ച ആൾ? വളരെ ന്യൂനപക്ഷമാണെങ്കിലും വിജയിച്ച ടീമാരാണ്? അബ്ദുള്ളമാരാണ്. അവർ അള്ളാഹുവിൻ്റെ അടിമകളാണ്. അവർക്ക് പ്രധാനമായിട്ടും
5 ക്വാളിറ്റീസ് ഉണ്ടാവും. പ്രധാനമാണ് കേട്ടോ, ഇനിയും ഉണ്ടാകും, പക്ഷേ ഈ 5 ഏകദേശം ഉൾക്കൊള്ളിട്ടുണ്ടാവും. വിശദ പഠനത്തിന് ഇമാം അബ്ദുൽ വഹാബ് ഷെഹറാനി റഹിമഹുല്ലയുടെ അൽ അൻവാറുൽ ഖുദ്സിയ ഫി ആദാബിൽ ഉബൂദിയ എന്ന കിതാബ് നോക്കിയാൽ മതി. ആരാണ് അബ്ദുള്ള? ഒന്ന്, അവരെന്തു പറയുമ്പോഴും ഞാൻ എന്ന് പറയുന്ന പ്രയോഗമോ എനിക്ക് എന്നുള്ള ചിന്തയോ അവർക്ക് ഉണ്ടാവില്ല. അതാണ് മെയിൻ സംഗതി. ലോകത്തെ ഏറ്റവും നല്ല അബ്ദുള്ള ആരാ? മുത്തുനബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റി എന്താ? ഞാൻ അബ്ദാണ് എന്ന് പറയലാണ്. അതുകൊണ്ടാണ് വാഷദു അന്ന മുഹമ്മദൻ അബ്ദുഹു കഴിഞ്ഞിട്ട് എന്ത് പറയല്? വ റസൂലുഹു പറയല്. ഞാനൊരടിമ. അങ്ങനെ പറയാനാ തങ്ങൾക്ക് ലോകത്ത് ഏറ്റവും ഇഷ്ടം. ആ ഇഷ്ടം മനസ്സിലാക്കിയോണ്ട് തന്നെയാണ് അള്ളാഹു നമ്മളെയും കൂടി പഠിപ്പിക്കാൻ തങ്ങൾക്ക് കൊടുത്ത എല്ലാ സമ്മാനങ്ങളെക്കുറിച്ച് പറയുന്ന മിക്ക സ്ഥലങ്ങളിലും നോക്കിക്കോ അബ്ദ് എന്നായിരിക്കും പ്രയോഗിക്കുക. ഏറ്റവും വലിയ സമ്മാനം ഖുർആനാ. നമ്മൾ ഇന്ന് ഓതി അൽ കഹ്ഫിൻ്റെ ആദ്യായത്ത് അൽഹംദുലില്ലാഹില്ലദീ അൻസലാല എൻ്റെ അടിമക്ക് ഞാൻ സമ്മാനം കൊടുത്തതാ പറയണം. എൻ്റെ അടിമക്ക് തങ്ങളെ കൂട്ടിയിട്ടുള്ള ഏറ്റവും നല്ല യാത്ര അള്ളാഹു കൊണ്ടുപോയത് ഇസ്രാ. സുബ്ഹാനല്ലദീ അസ്റ, എൻ്റെ അടിമനെ ഞാൻ കൊണ്ടുപോയി. കൊടുത്തിട്ട് പലതും കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് നോക്കണ്ട, ഞാൻ പലതും കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തതിനെ കുറിച്ച് പറഞ്ഞത് വാവുഹ ഇല അബ്ദിഹി മാവുഹ എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറയുള്ളൂ. അതാണ് ലോകത്തെ ഏറ്റവും നല്ല പോസ്റ്റാണ് ഈ അബ്ദുള്ള എന്ന്. ഞാൻ അള്ളാൻ്റെ അണ്ടറിലാന്ന് പറഞ്ഞാൽ അങ്ങനെയുണ്ട്. ഈ ചിലപ്പോൾ ഈ ഗൾഫ് രാജ്യത്തൊക്കെ എന്തിനെങ്കിലുമൊക്കെ കലക്ഷനൊക്കെ പോയാൽ ചില സ്റ്റാഫ് പറയും മുതലാളി വന്നിട്ടില്ല, നമ്മളിവിടെ സ്റ്റാഫ് മാത്രമാണ്. മുതലാളിക്ക് വിട്ടുകൊടുക്കുമല്ലോ അല്ലേ? ഞാൻ അബ്ദുള്ളയാന്ന് പറഞ്ഞാൽ ഞാനല്ല ഇതിൻ്റെ ആള്, അള്ളയാണ് ചെയ്യേണ്ടത്. നമ്മളങ്ങനെ കേട്ടോ, എല്ലാം അള്ളാഹ്ക്ക് വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്വഭാവമാണത്. ഞാനുണ്ടാവില്ല അവിടെ, ഞാൻ എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. അതാണ് ഏറ്റവും പ്രധാനം. അതാണ് അബ്ദുള്ളമാരുടെ ക്വാളിറ്റി. എനിക്ക് പീസ് കിട്ടിയിട്ടില്ല ബിരിയാണിയിലേ, അതും 4 മക്കൾ ഉപ്പേല പറയൽ നാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. എനിക്ക് പീസ് കിട്ടിയിട്ടില്ല, എനിക്ക് ബാഡ്ജില്ല, എനിക്ക് കോട്ടില്ല, എന്നെ ആദരിച്ചിട്ടില്ല കേട്ടോ. അതിനെക്കുറിച്ചൊരു കിതാബുണ്ടല്ലോ. കിതാബിൻ്റെ തന്നെ പേരെന്താ അറിയോ? ഹത്തിം സ്വനമക്ക്. നിൻ്റെ ഉള്ളിൽ ഞാൻ എന്ന ബിംബത്തിനെ പൂജിക്കുകയല്ലേ നീ ചെയ്യണത്? നീ എപ്പോഴാണ് ഒന്ന് അള്ളാനെ ആരാധിക്കുക? നീ എത്ര കാലമായി ഈ ഞാൻ എന്ന ബിംബത്തിനെ പൂജിക്കണത്? ഹത്തിം സ്വനമക്ക്. നീ ആ ബിംബത്തിനെ പൊളിക്ക്. എന്നിട്ട് വക്കുൻ ഇൻദ നഫ്സിക സഗീറ, നിൻ്റെ ഉള്ളിൽ തന്നെ നീ ചെറുതാവൂ. എന്നെ ബഹുമാനിച്ചിട്ടില്ല, എന്നെ ആദരിച്ചിട്ടില്ല, നമ്മളൊന്ന് കമ്മിറ്റിയിലുണ്ടാവും. അങ്ങനെയുണ്ട് ചില ആൾ അവിടെ ഭയങ്കര ട്വിസ്റ്റ് ചെയ്തിട്ട് അവർ പറയില്ലേ, ഞാൻ കമ്മിറ്റി കയറാൻ വേണ്ടി പറയുന്നൊന്നുമല്ല കേട്ടോ, പക്ഷെ പുതിയ എടുത്ത കമ്മിറ്റി നമുക്ക് തൃപ്തിയായിട്ടില്ല. അപ്പോഴും ഒപ്പര് ഷറഹതും എന്ത്, എനിക്ക് കമ്മിറ്റി കയറാൻ വേണ്ടിയിട്ടൊന്നല്ലോ. ഏതാ ഉടായിപ്പ്? അതിലൊന്നും നമ്മളൊരു അബ്ദുള്ളയാവൻ. ഞാനെന്ന് പറയുന്നതിനെ കത്തിച്ച് കളയുക. ദബഹുൻ നഫ്സ് എന്ന് പറയും അതിന്. സൂഫിസം ആരംഭിക്കണ തന്നെ അവിടെയാണ്. ദബഹുൻ നഫ്സ് ഞാനെന്ന് പറയുന്ന സാധനത്തിന് അറുത്തുകളെ ഒഴിവാക്കുക. അതിനാ ഗസാലി ഇമാം ആകപ്പാടെ അധ്വാനിച്ച് ഇഹ്യാ ഉലൂമുദ്ദീൻ എഴുതി, അത് പഠിപ്പിക്കാൻ. അതിനായി മഖ്ദൂമങ്ങൾ അതുക്കി എഴുതിയത്. അതിനാണ് റിസാലത്തുൽ കുശൈരി വന്നത്. അതിനാണ് ഈ ലോകത്തെ മുഴുവൻ ഇമാമിങ്ങളും ആധ്യാത്മിക ലോകത്ത് കിതാബ് എഴുതിയത്. മോനെ, നിൻ്റെ ഉള്ളിൽ ഞാൻ എന്ന് പറയുന്ന സാധനത്തിനെ നീ കത്തിച്ച് കളയൂ, ഡിലീറ്റാക്കി കളയൂ, ഫോർമാറ്റ് ചെയ്യൂ. ഇത് പഠിപ്പിക്കാനാ ആകപ്പാട് ആത്മീയ മജ്ലിസുകൾ.